ആയിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഇടപ്പള്ളി എത്തി അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു നമ്മളുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കടമ്മക്കുടി പോകാനുള്ളൊരു പ്ലാനായിരുന്നു. ഒരു 5-5:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ എത്തിയത് നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യൂ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് സംസാരിച്ച് നമ്മളുടേതായിട്ടുള്ള സമയമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു അടിപൊളി ഡേ ആയിരുന്നു. പിന്നീട് നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു, മെട്രോയിലൊക്കെ കയറി. പിന്നെ നമ്മളുടെ അടുത്ത ദിവസം നമ്മളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അറിയാണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ നമ്മൾ പുറത്ത് പോയി. അങ്ങനെ നമ്മൾ ചെറിയൊരു പ്രിപ്പറേഷന് ചെയ്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷൻ പോലെ റൂമിൽ ചെയ്തൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾ പുറത്ത് പോയപ്പോൾ. അങ്ങനെ 12 മണി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ 12 മണിയായി. അവളെ വിളിച്ച് അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒരു കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നമ്മൾ ലീവായിരുന്നു നമ്മളുടെ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ മെട്രോയിൽ കയറി നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മളുടെ മഹാരാജ കോളേജിലേക്ക് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് ബോട്ട് പിടിച്ചിട്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയത്. അവിടെ ഒരു കഫേയിലൊക്കെ കയറി. പിന്നീട് നമ്മളുടെ ബർത്ത്ഡേ ഗേളിൻ്റെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 4-4:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഫ്രഞ്ച് ടോസ്റ്റ് പോയി. പിന്നെ ഒരു 9 മണി ആകുമ്പോഴാണ് നമ്മൾ റിട്ടേൺ ചെയ്തത് ഫോർട്ട് കൊച്ചിയിൽ. നമുക്ക് ഭയങ്കര തപ്പിപ്പിടുത്തമായിരുന്നു. നമ്മളിവിടെ കൊച്ചിയിൽ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു.